പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. കറണ്ട് അഫയേഴ്സ് സെഷനാണ്. അത് അടുത്ത് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ തന്നെ മറ്റ് PSC എക്സാംസ്, LDC, പിന്നെ SSC പോലുള്ള എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗപ്പെട്ട രീതിയിലാണ് ഈ പറയുന്ന സെഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ 10 ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ്? അപ്പോൾ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ബംഗളൂരുവിലാണ് അല്ലേ? അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. 96ാമത്തെ ഓസ്കാറിലെ മികച്ച നടൻ ആരാണ് എന്നാണ് ചോദ്യം. കിലിയൻ മർഫിയാണ് ഉത്തരം. 96ാമത്തെ ഓസ്കാറിലെ മികച്ച നടൻ കിലിയൻ മർഫി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയലാണ് അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പൊതുവേ കാണിക്കുന്നത് എത്രമാത്രം സ്ട്രെങ്ത് ഉള്ള പാസ്പോർട്ടാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ എന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82ാമത്തെ സ്ഥാനമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടേത്. 77ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ് 77ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. 6 നാറ്റോയിൽ അംഗമാകുന്ന 32ാമത്തെ അംഗം അല്ലെങ്കിൽ രാജ്യം ഏതാണ്? അപ്പോൾ ഈ നാറ്റോ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് അലയൻസ് ആണല്ലേ. US-ഉം അതുപോലെ തന്നെ വെസ്റ്റേൺ അലീസും, US-ഉം അതിൻ്റെ വെസ്റ്റേൺ അലീസും കൂടെ ചേർന്നിട്ടുള്ളതാണ് നാറ്റോ എന്ന് പറയുന്നത്. ഇതിൽ 32ാമത്തെ അംഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്വീഡനാണ് 32nd മെമ്പർ ഓഫ് ദി നാറ്റോ. രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ്? വിഡോ റീമാരേജ് പദ്ധതി നടപ്പിലാക്കുന്ന ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ്. ലോക വനിതാ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ലോക വനിതാ ദിനം ഏത് ദിവസമാണ്? മാർച്ച് 8ാം തീയതി. സംസ്ഥാനത്തെ ആദ്യമായി മെരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ചേർത്തലയിലാണ് ആദ്യമായി മെരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത്. ലാസ്റ്റ് ചോദ്യം, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. ഇപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ ചോദിക്കാറുണ്ട്. മാർച്ച് 8 പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ തീംസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ പറഞ്ഞ വിവിധ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മിക്സ്ചർ എന്നാണ് ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും മുമ്പോട്ട് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.